നമസ്കാരം, വോക്കിൻ ഫിസിയോതെറാപ്പി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ നമ്മൾ പോസ്ചർ എന്താണ്, തെറ്റായ പോസ്ചേഴ്സ്, അതുകൊണ്ടുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അധികം നേരം ഇരുന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളിലും നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും പാലിക്കേണ്ട ചില പോസ്ചർ കറക്ഷൻസ് ഇവയെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് പോസ്ചറാണ്. അതായത് ഒരു കുട്ടി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തൊട്ടുണ്ടാകുന്ന പോസ്ചറൽ ചേഞ്ചസും അതിനുശേഷമുള്ള പോസ്ചറൽ ഡെവലപ്മെന്റുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും കൊച്ചു കുട്ടികളുള്ള മാതാപിതാക്കൾ, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ വീടുകളിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും തന്നെ തീർച്ചയായും കണ്ടിരിക്കണം. ശരീരത്തിന്റെ ശരിയായ ഒരു പോസ്ചർ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വെർട്ടിബിൾ കോളമാണ്. അതായത് സെർവിക്കൽ, ലംബാർ, തൊറാസിക്, സേക്രൽ തുടങ്ങിയ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രസ് എല്ലാം തന്നെ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു സ്പൈനൽ കേർവ് ആണ്. ഈ കേർവ് പ്രോപ്പർ ആകുന്നതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ശരിയായ ഒരു പോസ്ചർ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഒരു ഇറക്റ്റ് പോസ്ചറിനുള്ള പില്ലർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ വെർട്ടിബ്രൽ കോളമാണ്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ സ്പൈനൽ കേർവ്സ് എല്ലാം തന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫോം ചെയ്യുന്ന ഒന്നല്ല. ഒരു കുട്ടി ആ കുട്ടിയുടെ ഫീറ്റൽ ലൈഫിൽ, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു പ്രൈമറി കേർവ് ആണ്, ഒരു സി ഷേപ്ഡ് കേർവ്. തൊറാസിക് ആൻഡ് ലംബാർ സെഗ്മെന്റ്സ് കൂടി ചേരുന്ന ഒരു കേർവ് ആണിത്. അതിനുശേഷം ഈ ഫീറ്റൽ ലൈഫിന് ശേഷം കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന് കുട്ടിയുടെ പല രീതിയിലുള്ള പൊസിഷണൽ അച്ചീവ്മെന്റ്സ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ് സെക്കൻഡറി കേർവ്. ഈ സെക്കൻഡറി കേർവിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു അപ്രൈറ്റ് പോസ്ചറിനോടുള്ള സ്കെലിറ്റന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, ഒരു കുട്ടി കമിഴ്ന്ന് വീണ് അതിനുശേഷം ഇരുന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ വിവിധ തരത്തിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുകയും ആ ഫോഴ്സിനനുസരിച്ച് സ്പൈനൽ സെഗ്മെന്റിൽ ചേഞ്ചസ് ഉണ്ടാവുകയും അതനുസരിച്ച് ഈ സ്പൈനൽ കേർവ്സ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അപ്രൈറ്റ് പോസ്ചർ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ CNS നേടിയെടുക്കുന്ന ഒരു സ്കില്ലാണ്. ഈ സ്കിൽസ് കുട്ടി നേടിയെടുക്കുന്നത് ചുറ്റുപാടുകളിൽ കാണുന്ന കാഴ്ചകളിലൂടെയും, അതായത് വിഷ്വൽ റിസെപ്റ്റേഴ്സ്, അതുപോലെ തന്നെ വെസ്റ്റിബുലർ റിസെപ്റ്റേഴ്സ്, അതുപോലെ തന്നെ മസ്കുലോസ്കെലിറ്റൽ റിസെപ്റ്റേഴ്സ് തുടങ്ങിയ റിസെപ്റ്റേഴ്സ് വഴിയും പോസ്ചറൽ കൺട്രോൾ എന്ന മെക്കാനിസത്തിലൂടെയുമാണ് കുട്ടി പ്രോപ്പറായിട്ടൊരു പോസ്ചറൽ കൺട്രോൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഈ പോസ്ചറൽ കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് കുട്ടികൾ ആദ്യം കാണുന്ന നെക്ക് കൺട്രോൾ, അതായത് കഴുത്ത് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനുശേഷം കമിഴ്ന്ന് വീഴാനുള്ള കപ്പാസിറ്റി, അതിനുശേഷം കമിഴ്ന്ന് വീണ കുട്ടി തനിയെ ഇരിക്കുന്നു, അതിനുശേഷം കുട്ടി എണീറ്റ് നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ഈ പോസ്ചറൽ കൺട്രോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു കുട്ടി എണീറ്റ് നിന്ന് കഴിയുമ്പോൾ പാദത്തിന് അടിയിൽ നിന്നുള്ള റിസെപ്റ്റേഴ്സ്, അതായത് ഫൂട്ടിൽ കാണുന്ന റിസെപ്റ്റേഴ്സ് മൂലം സെന്റർ ഓഫ് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അതിനനുസരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, മസിൽസ്, ജോയിന്റ്സ് എല്ലാം പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് കിട്ടുന്നു. അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിന് രൂപമാറ്റങ്ങൾ വരികയും ചെയ്യുന്നു. ഇതിന്റെ എല്ലാം ഫലമാണ് ഒരു പ്രോപ്പർ പോസ്ചറൽ കൺട്രോൾ എന്നുള്ളത്. ഈ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ റിസെപ്റ്റേഴ്സ് വഴി എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടി നടക്കുമ്പോഴും നിൽക്കുമ്പോഴും അതുപോലെ തന്നെയുള്ള ശരീരത്തിൽ പല രീതിയിലുള്ള ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതനുസരിച്ച് ശരീരത്തിലുള്ള ജോയിന്റ്സ്, മസിൽസ് എല്ലാം പ്രവർത്തിക്കുകയും അതനുസരിച്ച് ഒരു പ്രോപ്പറായ സെന്റർ ഓഫ് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും അതുമൂലം പ്രോപ്പറായ സ്റ്റെബിലിറ്റി ലഭിക്കുകയും ചെയ്യുന്നു. ഈ സ്റ്റെബിലിറ്റി സ്കിൽസ് അച്ചീവ് ചെയ്യുന്ന ശേഷമാണ് ഒരു കുട്ടി അവരുടെ മൊബിലിറ്റി സ്കിൽസ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് ഈ സ്കിൽസ് അച്ചീവ് ചെയ്യുന്നത് എത്ര അത്യാവശ്യമാണോ അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അവർക്ക് ഗ്രൗണ്ടുമായിട്ടുള്ള കോണ്ടാക്ട് പ്രോപ്പറായി ഉണ്ടാവണം എന്നുള്ളത്. പലപ്പോഴും നമ്മളെല്ലാം അധികം നേരം കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് ഗ്രൗണ്ടുമായിട്ടുള്ള കോണ്ടാക്ട് കുറയുന്നു. കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ ബെഡിൽ നിന്നും കുട്ടികളെ ഡയറക്റ്റ് കാറുകളിലേക്ക്, അവിടുന്ന് വീണ്ടും ബെഡുകളിലേക്ക് ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗ്രൗണ്ട് കോണ്ടാക്ട് ഉണ്ടാവണം എന്നുള്ളത് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഈ ഗ്രൗണ്ട് കോണ്ടാക്റ്റിന് ശേഷം ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പ്ലാന്റർ ആർച്ചസ്, അതായത് പ്ലാന്റർ ആർച്ചസ് ഓഫ് ഫൂട്ട് എന്ന് പറയും. ഈ ആർച്ചിന്റെ ഡെവലപ്മെന്റിലാണ് ഒരു ഫൂട്ട് പ്രോപ്പറായിട്ട് റോള് പങ്കുവഹിക്കുന്നത്. അതായത് ഒരു കുട്ടി നടക്കാൻ തുടങ്ങുന്ന ടൈം തൊട്ട് ആ പാദത്തിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ മൂലം പ്ലാന്റർ ആർച്ചസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ പ്ലാന്റർ ആർച്ചസിന്റെ ഡെവലപ്മെന്റ് ആണ് തുടർന്ന് പല ബാലൻസ് ആക്ടിവിറ്റീസിനും കുട്ടികളെ സഹായിക്കുന്നത്. ഏകദേശം ഒരു വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ ഈ പ്ലാന്റർ ആർച്ചസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും. 5 വയസ്സിന് ശേഷം സാധാരണ അഡൽട്സിൽ കാണുന്നത് പോലെയുള്ള ഒരു പ്ലാന്റർ ആർച്ചസിന്റെ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും.
എന്നാൽ ഇന്ന് പല കുട്ടികളിലും ഈ ആർച്ചസ് ഒന്നും തന്നെ കാണാറില്ല. കാരണം മറ്റൊന്നുമല്ല, കുട്ടികൾ നടക്കാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ തന്നെ പേരൻസ് അവർക്ക് ഫുഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷൂസ്, സാൻഡൽസ്, വീടിനകത്തുകൂടി നടക്കാനൊരു സാൻഡൽ, വീടിന് പുറത്തും കൂടി നടക്കാനൊരു സാൻഡൽ, അങ്ങനെ വിവിധ തരത്തിലുള്ള കളറുള്ളവ, സൗണ്ട് ഉള്ളവ, അതുപോലെ തന്നെ വിവിധ തരത്തിൽ ലൈറ്റ് ഉള്ളവ, ഇവയെല്ലാം തന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫുട്വെയർസ് യൂസ് ചെയ്ത് നടക്കുമ്പോൾ അവിടെ ആക്ട് ചെയ്യേണ്ട ഫോഴ്സസ് ആക്ട് ചെയ്യാതിരിക്കുകയും അതുമൂലം ആർച്ചസ് ഡെവലപ്പ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ കാലിൻ്റെ പാദം എന്നത് പല സർഫസിലും പല ഷേപ്പിലും ഒക്കെ കോണ്ടാക്ട് ചെയ്ത് അതിനോട് അഡാപ്റ്റ് ചെയ്ത് മാറേണ്ട ഒന്നാണ്. എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആർച്ച് ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പ്രോപ്പർ അറേഞ്ച്മെന്റ് ഓഫ് ദ ടാസൽ ബോൺസ്, കാൽപാദത്തിനുള്ള ബോണുകളാണ്. ഇവിടെ എല്ലാ അറേഞ്ച്മെന്റ്സ് ഈ ഫോഴ്സിനെ എല്ലാം അടിസ്ഥാനമാക്കി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ പ്രോപ്പറായി ഫോഴ്സ് ആക്ട് ചെയ്യാതിരിക്കുകയും അതുമൂലം പ്രോപ്പർ ഡെവലപ്മെന്റ് ഉണ്ടാവാതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഫുട്ട്, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് അത് നടക്കാൻ ഡിലേ ഉണ്ടാവാം. അതുപോലെ തന്നെ ചിലവർക്ക് അത് ബാലൻസ് പ്രോബ്ലംസ് ഉണ്ടാവാം. ചിലർ കുറച്ച് നടക്കുമ്പോഴേ ബാലൻസ് ഇല്ല, പെട്ടെന്ന് വീഴുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. പേരൻസ് ആയിട്ടും റിലേറ്റീവ്സ് ആയിട്ടും അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ പല തരത്തിലുള്ള ഗിഫ്റ്റുകൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. അത് മേ ബി ടോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ എന്ത് തന്നെ ആയാലും ആ ടോയ്സിലെല്ലാം തന്നെ അത് എത്ര വയസ്സിൽ ഉപയോഗിക്കേണ്ടതാണെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പല ആൾക്കാരും പല കുട്ടികൾക്ക് ഗിഫ്റ്റുകൾ വാങ്ങുമ്പോൾ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ അത് ഉപകാരപ്പെടും എന്ന് കരുതി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ പേരൻസ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടിക്ക് ഒരുപക്ഷെ ഈ ഏജിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രൊവൈഡേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രം കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാൻ കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു വോക്കർ ഒരു കുട്ടിക്ക് വാങ്ങി കൊടുക്കുമ്പോൾ ആ കുട്ടിയെ നടക്കാൻ പഠിപ്പിക്കാൻ നമ്മളത് വാങ്ങി കൊടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ഈ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ വാക്കിംഗ് എന്നുള്ളത് കുട്ടി തനിയെ അച്ചീവ് ചെയ്യേണ്ട ഒന്നാണ്. അതെന്തായാലും കുട്ടി തനിയെ അച്ചീവ് ചെയ്തിരിക്കും. ഇനി അതിന് ഡിലേ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് കുട്ടി നടക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നടക്കുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പ്രോപ്പറായ ഒരു മെഡിക്കൽ കൺസൾട്ടൻറ്റ് അഡ്വൈസോട് കൂടി നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന ഒന്നാണ്. അതല്ലാതെ കുട്ടികൾ നന്നായിട്ട് നടക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് ആ മൈൽ സ്റ്റോണിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരെ വോക്കർ കൊടുത്ത് ഈ ഒരു ഏരിയയിൽ, പർട്ടിക്കുലർ ഏരിയയിൽ വേണ്ടി മാത്രം നടക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കുട്ടികൾ കുറേ ദൂരം പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കും നമ്മൾ അതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു തരത്തിൽ അവരുടെ മൈൽ സ്റ്റോൺസ് ഡിലേ ആവുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. മാക്സിമം നിങ്ങളുടെ സറൗണ്ടിങ് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ബെയർ ഫുട്ട് വാക്കിംഗ് എൻകറേജ് ചെയ്യുക തന്നെ ചെയ്യണം. ഇനി പുറത്ത് പോകുന്ന സാഹചര്യങ്ങളിൽ, അതായത് റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഷൂസ് അതുപോലെയുള്ള ഫുട്വെയർസ് എല്ലാം യൂസ് ചെയ്യാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മാക്സിമം നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിങ്ങളുടെ വീട് പരിസരങ്ങളിലൊക്കെ കുട്ടികൾ നടക്കുമ്പോൾ കഴിയുന്നതും ചെരുപ്പ്, ഷൂസ് അങ്ങനെയൊന്നും ഇല്ലാതെ നടത്താൻ ശ്രമിക്കുക. എന്നാൽ ഒരു കാരണവശാലും നമ്മൾ കാരണം കുട്ടികളുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഡിലേ ആവാൻ പാടുള്ളതല്ല. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കെയർ അല്ല, നിങ്ങളുടെ ഓവർ കെയർ ആയിരിക്കും അവരെ അതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് ഭാവിയിൽ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡോണ്ട് റെസ്ട്രിക്ട് ദം. പ്രത്യേകിച്ച് കുട്ടികൾ കളിക്കേണ്ട ടൈമിൽ കളിക്കട്ടെ, അതുപോലെ തന്നെ അവർ നടക്കേണ്ട ടൈമാണെങ്കിൽ അവർ നടക്കട്ടെ. ഒരു കാരണവശാലും കുട്ടികൾ അടങ്ങിയിരിക്കും എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും അവരുടെ ഈ ഡിലേസിനെല്ലാം കാരണമാവുന്നു. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എല്ലാ കുട്ടികളും അവരുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എന്നത് ഓട്ടോമാറ്റിക്കലി അച്ചീവ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് തനിയെ തന്നെ അവർ അച്ചീവ് ചെയ്ത് തന്നെ ചെയ്യും. ഈ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തതിന് ശേഷം ഒരു പില്ലർ, പ്രോപ്പർ ഒരു സ്പൈനൽ പില്ലർ രൂപപ്പെടുത്തിയെടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് പിന്നീടുള്ള പോസ്റ്റർ കറക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പോസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലെല്ലാം തന്നെ രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഈ പറയുന്ന ടൈമിലെല്ലാം അവരുടെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതായത് കുട്ടി നടക്കേണ്ട ടൈമാകുമ്പോൾ നടക്കുന്നില്ല, കമിഴ്ന്ന് വീഴുന്ന ടൈമാകുമ്പോൾ കുട്ടി കമിഴ്ന്ന് വീഴുന്നില്ല, ഇരിക്കുന്ന ടൈമാകുമ്പോൾ കുട്ടി ഇരിക്കുന്നില്ല, അങ്ങനത്തെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മെഡിക്കൽ അഡ്വൈസ് തേടണം. അതിനുശേഷം മാത്രം ഫർദർ ഗോൾസ് എന്താണ്, നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യിക്കേണ്ടത്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് രീതികൾ ഫോളോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഫീറ്റൽ ലൈഫിലുണ്ടാകുന്ന ഒരു സി കർവ് അത് ഇൻഫാന്റൽ പീരീഡിലേക്ക് വരുമ്പോൾ, കുട്ടി കമിഴ്ന്ന് വീഴുമ്പോൾ, അല്ലെങ്കിൽ കുട്ടിക്ക് നെക്ക് കൺട്രോൾ ലഭിക്കുമ്പോൾ അവിടെ സെർവിക്കൽ കർവ് ഫോം ചെയ്യുകയും, അതുപോലെ തന്നെ കുട്ടി കമിഴ്ന്ന് വീഴുമ്പോൾ അവിടെയുള്ള ലംബാർ കർവ്സ് ഫോം ചെയ്യുകയും, അതിനുശേഷം കുട്ടി എണീറ്റ് നിന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ ആർച്ചസ് ഡെവലപ്പ് ചെയ്യുകയും, ഈ എല്ലാത്തിൻ്റെയും ആഫ്റ്റർ ഒരു ബലം എന്ന രീതിയിൽ ഫോഴ്സ് പല രീതിയിൽ ആക്ട് ചെയ്യുകയും, ഈ കംപ്ലീറ്റ് വെർട്ടിബ്രൽ കോളത്തിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയും, അതിനുശേഷം മൊബിലിറ്റി ആൻഡ് ബാലൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ഇൻഫാന്റൈൽ പീരീഡ് തൊട്ടിട്ട് ആ കുട്ടി ഒരു അഡൽട്ട്ഹുഡ് റീച്ച് ചെയ്യുന്നത് വരെയുള്ള
മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഒരു കാരണവശാലും അതിലൊന്നും റെസ്ട്രിക്ട് ചെയ്യാൻ പാടുള്ളതല്ല. ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ ചാർട്ട് എന്നുള്ളത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുട്ടികളുടെ ഗ്രോത്ത് സ്റ്റേജസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് എല്ലാം തന്നെ നേടിയെടുക്കാൻ കുട്ടികളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ എക്സസൈസസ് ആൻഡ് കറക്ഷൻസ് ടെക്നിക്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ആൻഡ് ദിസ് ഇസ് എ മീഡിയം ഫോർ ഹെൽത്ത്. ഐ എം ഡോക്ടർ രാഹുൽ, walk-in physiotherapy and education. എല്ലാവർക്കും നന്ദി.